ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ചെന്നൈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അടിപൊളി വൈബ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ല ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പ്ലേസിലേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ അടുത്തേക്ക് വന്നത്. അവിടുന്ന് നേരെ നമ്മൾ മറീന ബീച്ചിലേക്കാണ് പോണതെന്നൊക്കെ. അപ്പോൾ ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഈ ഒരു ചെന്നൈയിലെ മറീന ബീച്ച് ഫേമസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഈവനിങ്ങിലാണ്. നമ്മൾ ലഞ്ച് കഴിച്ച് ഏകദേശം ഒരു 5 മണി ആയപ്പോൾ തന്നെ ഇവിടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. വെയിലൊക്കെ ആറിയിട്ടുണ്ട്, ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതിനെക്കൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ബീച്ചിലേക്ക് ഇറങ്ങാനായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പോൾ ഇതാ ലച്ചുണ്ട്. ലച്ചുവിനെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം അവൾ നടക്കുന്നില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ വണ്ടി കാര്യങ്ങളൊക്കെ അടുത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ ഒരുപാട് ആളുണ്ടായതുകൊണ്ട് ഓരോരുത്തരായിട്ട് അവളെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ജലദോഷം പനിയൊക്കെയാണ് കേട്ടോ. അതാണ് ഈ ഒരു സൗണ്ടിനൊക്കെ ഒരു ചേഞ്ച് ഉള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെ ലാഗായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ജലദോഷമായാലും പെട്ടെന്ന് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാവരും മുല്ലൊക്കെ വെക്കുന്ന ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് മുല്ല വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ 3 മുളം 100 എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ പുറകെ വന്ന് ഏതായാലും 5 മുളം 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ അത് വാങ്ങിക്കുകയാണ്. പിന്നെ അത് ചെറിയ പീസാക്കി നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലച്ചു ആദ്യമായിട്ടാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ യൂസാക്കുന്നത്. പണ്ടൊക്കെ വെച്ചാൽ കല്യാണത്തിനൊക്കെ നമ്മൾ മുല്ലപ്പൂ യൂസാക്കുന്നത്. ഇപ്പോൾ കല്യാണങ്ങളിലും വളരെ കുറവാണ് അല്ലേ മുല്ലപ്പൂവൊക്കെ വെക്കുക. ഇപ്പോൾ ഒക്കെ ട്രെൻഡിങ്ങൊക്കെ മാറി, ഇപ്പോൾ മുല്ലൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പൂതി, ഇങ്ങനെ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഏതായാലും നമ്മളിതാ മുല്ലൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ ബീച്ചിലേക്ക് കടക്കുകയാണ്. അനക്ക് മുല്ല ഇവിടെ വെക്കാനിട്ടാ മെച്ചി ടിക്ക് ഇട്ടേന്. വാ നമ്മളങ്ങോട്ടേക്ക് ഒരു പോവും. വാ അതെ ഇടല്ല. ഒരിവിടെ എങ്ങോട്ടാണത് അങ്ങനെ പോണത്? പൊടി ഇങ്ങോട്ട് ലച്ച നോക്കട്ടെ. ഹായ് മുല്ലപ്പൂ. അതാ ആ ലച്ചുവിന് കുതിരൻ്റെ നേരത്തെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരണോ? ഹായ് ബബിൾസ്. നാനാണ്
സച്ചോ പൊടി വരും. ഇതാണ് ഞങ്ങളെ മാമൻ. കൊമ്പ് കിട്ടിയ ഒരാൾക്ക് കൊമ്പ്. അന്റെ എന്താണ് ലക്ഷ്യം നടക്കേ. ഹലോ പോവാണ് മതി കുഞ്ഞന പോരെ ബാബാ കൈ അടിച്ചാ മതി. ഓള് നടക്കും. ഈ നടക്കുന്നോട്ട് കൂടെ മതി. അങ്ങനത്തെ ബീച്ചിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്ന് ഏകദേശം ഒരു 9 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട്, ഒരു ഓട്ടോയിലല്ല 2 ഓട്ടോയിലാണ് ആയിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നേരെ എളാപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങളെ കൂടെ കസിന് വരുന്നുണ്ട് കേട്ടോ. ഇന്നും നമ്മൾ അടിപൊളി നൈറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് നേരെ പറന്നൂർക്കാണ് കേട്ടോ പോകുന്നത്. പറന്നൂർ ഇറങ്ങിയിട്ട് നേരെ എളാപ്പാൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അത് മുതലാളി ഇവിടുത്തെ ചോദിച്ചു തിരിച്ചരാൻ പറയണ്ട ബാക്കി പൈസ. അങ്ങനെ തന്നെ ഞങ്ങൾ പറന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എളാപ്പാൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം 11 മണിയായി. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇതാ ഇവിടെ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയല്ലോ, ഇവർ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ്, അതിലേക്കുള്ള ചിക്കൻ ഗ്രേവി, പിന്നെ ബട്ടർ നാൻ, റൊട്ടി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എന്നിട്ട് നേരെ റൂമിൽ പോകുന്നുണ്ട്. പോയതിന് ശേഷം ബാക്കി കലാപരിപാടികളൊക്കെ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണണേ.
ആട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ 4 മണിയാണ് കേട്ടോ, പുലർച്ചെ 4 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നും ഈ ലച്ചു വരെ ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തർ അങ്ങനെ സൈഡാവാൻ തുടങ്ങി. കുറച്ചെങ്കിലും ഉറങ്ങണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ഉറങ്ങി എണീറ്റ് ഒരു 9 മണി ആയപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ്. പോവല്ലേ ലച്ച, നിങ്ങൾ വരുന്നില്ലല്ലോ, ഇജ്ജ് പോരണ ഞങ്ങളെ ടിക്കറ്റുമേ ഇത് തരണ. ബാ സച്ച പോര് ഞാനില്ലല്ലോ. പോകും മെല്ലെ ലച്ച. ആ തലക്കൊക്കെ ആക്കല്ല. കുഞ്ഞാ പറഞ്ഞ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവിടെ നടക്കുവാ. ആ നടന്നോ. നടന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞൂരിന് നേരെ സെൻട്രലിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ട്രെയിനുള്ളത് നാട്ടിലേക്ക്. അപ്പോൾ അത് സെൻട്രലിൽ എത്തിയിട്ട് ഇനിയിപ്പോൾ ട്രെയിനിലേക്ക് കയറി ഇനി കംപ്ലീറ്റ് യാത്ര തന്നെ കേട്ടോ. ഇനി നമ്മൾ പുലർച്ചെ ആ ഒരു സമയത്താണ് അവിടെ എത്തുക. Lucu. എത്ര കുട്ടികളുണ്ട് നോക്ക്. 4, 5, 6 കുട്ടികൾ. 6 വാങ്ങിക്കോ. മൂന്ന് റെഡും 3 ഗ്രീനും വാങ്ങിക്കോ. ലച്ചുവിന് പച്ച കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു 4 മണി നേരമായപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ബാക്കിയുള്ള വീട്ടിലെത്തുന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മുഴുവനായിട്ട് കണ്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ.
അതുപോലെ തന്നെ കമൻ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും ബൈ.